Hi all. Here we are discussing about stress and strain. When an external force acts on a body, the body tends to undergo some deformation. Due to cohesion between the molecules, the body resists this deformation, and this resistance by which material of the body opposes the deformation is known as strength of a material. Within a certain limit, the resistance offered by the material is proportional to the deformation brought out on the material by the external force. Also, within this limit, the resistance is equal to the external force or applied force. But beyond the elastic stage, the resistance offered by the material is less than the applied load. In such case, the deformation continues until failure takes place. Within the elastic stage, the resistance force equal to applied load. This resistance force per unit area is called stress or intensity of stress. അപ്പോൾ ഇവിടെ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്യുന്നു, ഒരു ബോഡിയിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നു. ദെൻ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ലോഡ് ആയിരിക്കണം ആ ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ, ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമ്മൾ ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ ബോഡി ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നതായിരിക്കും ഇതായിരിക്കും അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡി ടെൻ ടു ഡിഫോർമേഷൻ. അപ്പോൾ നമുക്കൊരു ഡിഫോർമേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഡിഫോർമേഷനെ എന്ത് ചെയ്യണം, റെസിസ്റ്റ് ചെയ്യാനായിട്ട് ബോഡി ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ആക്ട് ചെയ്യും. ദെൻ ആ റെസിസ്റ്റൻസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് സ്ട്രെസ്. ഓക്കെ, the force of resistance per unit area offered by a body against deformation is known as stress. Here the external force is P. External force is P, or external force is force we are called it as load. The load applied on the body while the stress is induced in the material of the body. A loaded member remains in equilibrium when the resistance offered by the member against the deformation and the applied load are equal. അതായത് ഇവിടെ നമുക്ക് ഇത് ബോഡി ഇതുപോലെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇക്വിലിബ്രിയത്തിലായി നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? റെസിസ്റ്റൻസ് അവിടെ ബോഡി ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ലോഡഡ് മെമ്പറുമായിട്ട്, ഡിഫോർമേഷൻ്റെ അപ്ലൈഡ് ലോഡുമായിട്ട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. ദെൻ അത് ഈക്വൽ അല്ലാതെ വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും, ഇതിന് ഇലോങ്ങേഷൻ സംഭവിക്കും. ദെൻ അത് ബ്രേക്ക് ആവും. ഡിഫോർമേഷൻ ഫൈനലി എന്തായിരിക്കും, അത് ബോഡി ഫെയിലിയർ ആവും. ഓക്കെ, അപ്പോൾ സിംപ്ലി സ്ട്രെസ് ഈസ് ദ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ലോഡ് എന്ന് പറയുന്നതാണ് P, ഏരിയ എന്ന് പറയുന്നത് A ആണ്. ദെൻ സ്ട്രെസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ. സ്ട്രെസ് ഈസ് ഡിനോട്ടഡ് ആസ് സിഗ്മ. സോ സിഗ്മ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു പാസ്കൽ. സോ നമ്മളിവിടെ കുറച്ച് ഇതിൻ്റെ കുറച്ച് യൂണിറ്റ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ 1 കിലോ പാസ്കൽ അല്ലെങ്കിൽ 1 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി 10 ക്യൂബ്. മെഗാ ന്യൂട്ടൺ പെർ ഓർ മെഗാ വരുന്നുണ്ടെങ്കിൽ, മെഗാ ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ, മീറ്റർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് ജിഗാ ന്യൂട്ടൺ അല്ലെങ്കിൽ ജിഗാ പാസ്കൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ടെറാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 10⁻12 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. മില്ലി ന്യൂട്ടൺ പെർ
മില്ലി ന്യൂട്ടൺ പെർ mm² ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 10⁶ ന്യൂട്ടൺ പെർ mm² ആയിരിക്കും. മൈക്രോ ആണെന്നുണ്ടെങ്കിൽ മൈക്രോ ന്യൂട്ടൺ പെർ m², ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 10⁶ ന്യൂട്ടൺ പെർ m². ആയിരിക്കും. നാനോ 10⁹ ന്യൂട്ടൺ പെർ m². ആയിരിക്കും. പൈക്കോ 10⁻12 ന്യൂട്ടൺ പെർ m². ആയിരിക്കും. സിംപ്ലി നമുക്ക് എപ്പോഴും നോർമലി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒരു കൺവേർഷനാണിത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് നമുക്ക് പലപ്പോഴും പ്രോബ്ലംസ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ന്യൂട്ടണിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ 1 മെഗാന്യൂട്ടൺ അല്ലെങ്കിൽ 1000 മെഗാന്യൂട്ടൺ പെർ m² എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ m² തന്നെയാണ്. ഓക്കെ, ആൻഡ് 1 ന്യൂട്ടൺ പെർ m² നമുക്ക് എന്ത് ചെയ്യാം, 10⁶ ന്യൂട്ടൺ പെർ m² ആണ്. ഈ കൺവേർഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. ദെൻ നെക്സ്റ്റ് സ്ട്രെയിൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ബോഡിയിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എന്നുണ്ടായിരിക്കും അവിടെ ഒരു ഡീഫോർമേഷൻ സംഭവിക്കും. ദാറ്റ് ഈസ് when a body is subjected to some external force, there is some change of dimension of the body. The ratio of change of dimension of the body to the original dimension is known as strain. ഇത് change in dimension to the original dimension. Ratio of change in dimension to the original dimension is called strain. അപ്പോൾ ഡയമെൻഷൻ അത് ലെങ്ത് ആവാം, ബ്രെഡ്ത്ത് ആവാം, ഡയാമീറ്റർ ആവാം, ഡെപ്ത് ആവാം, തിക്നെസ് ആവാം. എനി ക്വാണ്ടിറ്റി നമുക്ക് എന്താണ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അത് ലെങ്ത് ആവാം, ബ്രെഡ്ത്ത് ആവാം, ഡയാമീറ്റർ ആവാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് എന്ന് പറയുന്നത് സ്ട്രെയിൻ ഈസ് ദി ചേഞ്ച് of dimension to the change of dimension of the body to the original dimension is known as strain. And ഇവിടെ സ്ട്രെയിൻ എന്ന് പറയുന്നത് രണ്ടും എന്താണ്, ഡയമെൻഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ മുകളിലും ലെങ്ത് ആണ്, ദാറ്റ് ഈസ് മീറ്റർ, ആൻഡ് താഴെയും ലെങ്ത് ആണ് മീറ്റർ. സോ എന്താണ്, കട്ട് ചെയ്ത് പോകുമ്പോൾ ഇറ്റ്സ് ഡയമെൻഷൻ അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് യൂണിറ്റ് ഇല്ലാത്തതാണ്, ദാറ്റ് ഈസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ലോഡ് ആക്ടിങ് ഓൺ ദി ബോഡി, വി ക്യാൻ ക്ലാസിഫൈ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ് ഇൻ ടു സെവറൽ ടൈപ്സ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ടെൻസൈൽ സ്ട്രെസ്. അതായത് ആക്ട് ചെയ്യുന്ന ടെൻസൈൽ സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ, വേർ ദ ലോഡ് നാച്ചർ വിൽ ബി എ പുൾ. ഇത് അവിടെ ഒരു പുൾ ലോഡ് ആക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും, ബോഡി ടെൻസ് ടു എക്സ്റ്റെൻഡ്. സോ ടെൻസൈൽ സ്ട്രെസ് സിഗ്മ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അതിൽ ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോഡ് വിൽ ബി എ പുൾ ആൻഡ് ദ സൈൻ വിൽ ബി പോസിറ്റീവ്. നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് ടെൻസൈൽ സ്ട്രെസ്സിനെ നമ്മൾ എടുക്കുക. ദെൻ അവിടുത്തെ സ്ട്രെയിൻ എന്തായിരിക്കും, സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും. അത് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് ലെങ്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഡയമെൻഷൻ അല്ല, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ ആയിട്ടുള്ള സ്ട്രെയിൻ എപ്പോഴും എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എൻ എക്സ്റ്റൻഷൻ. സോ അവിടെ ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവിടെ ഒരു ടെൻസൈൽ സ്ട്രെയിനും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സിമിലർലി കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ആക്ട് ചെയ്യുന്നത്, സിഗ്മ ഈക്വൽ ടു പി ബൈ എ തന്നെയാണ്. ബട്ട് ദ നാച്ചർ ഓഫ് ലോഡ് വിൽ ബി എ പുഷ്. പി വിൽ ബി എ പുഷ് ആൻഡ് ദ സൈൻ വിൽ ബി നെഗറ്റീവ്. അവിടെ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഡിഡക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കും. സ്ട്രെയിനിൽ ഒരു ഡിഡക്ഷൻ ആണ് ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ്. അപ്പോൾ അവിടെ നമ്മളൊരു ബോഡിയിലേക്ക് എന്ത് ചെയ്യാണ്, പാരലായിട്ട് ബോഡിയുടെ സർഫസിന് പാരലായിട്ട് ഒരു ലോഡ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ പാരലായിട്ട് ലോഡ് ഒരു പി എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യാണ്. ഇതൊരു ഫിക്സഡ് ബീമാണ്. പാരലായിട്ട് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇവിടെയും എന്തുണ്ടായിരിക്കും, ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ഫോഴ്സ് ആക്ട് ചെയ്യും.
റെസിസ്റ്റൻസ് ഫോഴ്സ് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യും. ദെൻ ആ റിയാക്ഷൻ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, അവിടെ ഒരു ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് റെസിസ്റ്റൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. സോ അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഷിയർ സ്ട്രെസ് ടോ ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ബൈ ഏരിയ. ഷിയർ സ്ട്രെസ് ടോ ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ബൈ ഏരിയ. സിമിലർലി ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ആംഗിൾ ആണ് ആക്ച്വലി അവിടുത്തെ ഷിയർ സ്ട്രെയിൻ. ദെൻ നമുക്കറിയാം tan phi ഈക്വൽ ടു എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ബൈ എച്ച് ആണ്. ബട്ട് വെരി സ്മോൾ ക്വാണ്ടിറ്റീസ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, tan തീറ്റ എന്നുള്ളത് വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു tan phi ഈക്വൽ ടു 5. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. സോ phi ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എച്ച്, ദാറ്റ് ഈസ് ദ ഷിയർ സ്ട്രെയിൻ. phi ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എച്ച്. And another type of strain is volumetric strain. Here volumetric strain EV equal to or epsilon V equal to delta V by V. ഇപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം, നമുക്ക് സ്ട്രെയിനിനെ നമുക്ക് എപ്സിലോൺ ആയിട്ടും അതുപോലെ സ്മോൾ ലെറ്റർ ഇ ആയിട്ടൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പല ടെക്സ്റ്റ് ബുക്സിലും നമുക്ക് ഈ നൊട്ടേഷൻസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ബട്ട് നമുക്ക് അറിയേണ്ടത് സ്ട്രെയിൻ എന്താണെന്നുള്ളത് എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ നമുക്ക് ഇതിന്റെ നൊട്ടേഷൻസ് എന്താണ്, നൊട്ടേഷൻസിൽ നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. സോ വോളിയോമെട്രിക് സ്ട്രെയിൻ എപ്സിലോൺ വി ഈക്വൽ ടു, ചില ടെക്സ്റ്റ് ബുക്സിൽ അത് ദാറ്റ് ഈസ് ഇ വി എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. സോ എപ്സിലോൺ വി ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി, ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ പറഞ്ഞ അതേ സ്ട്രെയിൻ തന്നെയാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. സോ ഇവിടുത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡയമെൻഷൻ എന്ന് പറയുന്നത് വോളിയം ആയതുകൊണ്ട് എന്താണ് ഡെൽറ്റ വി ബൈ വി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് സ്ട്രെയിൻസ് ആൻഡ് സ്ട്രെസ്സസ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിക് ലിമിറ്റ്. When an external force acts on a body, the body tends to undergo some deformation. If the external force is removed, the body comes back to its original shape and size. It means the deformation disappears completely. The body is known as elastic body. This property is known as elasticity. And the body will regain its previous shape and size only when the deformation caused by the external force is within a certain limit. Thus, there is a limiting value of a force up to and within which the deformation completely disappears on removal of the force. The value of stress corresponding to this limiting force is known as elastic limit of the material. If the external force is so large that the stress exceeds the elastic limit, the material loses to some extent its property of elasticity. If now the force is removed, the material will not return to its original shape and size, then will be a residual deformation of the material. ഇത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു ഡിഫോർമേഷൻ ഉണ്ടാവും. സോ നമ്മൾ ആ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ബ്രിങ് ബാക്സ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീനെ പറയുന്നതാണ് ഇലാസ്റ്റിസിറ്റി. ആൻഡ് അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നുണ്ട്. ഇനി ചില സമയങ്ങളിൽ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യില്ല, അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തില്ല. സോ നമുക്ക് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തുന്ന ഒരു പർട്ടിക്കുലർ ലോഡ് ഉണ്ട്. ഒരു സെർട്ടൈൻ ലിമിറ്റ് വരേക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലോഡ് അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചെത്തും. ബട്ട് ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, നമുക്ക് ഒറിജിനൽ ഷേപ്പിലേക്ക് കിട്ടില്ല. പക്ഷെ അവിടെ എന്തുണ്ടാവും, ഒരു റെസിഡൽ ഡിഫോർമേഷൻ, ഒരു ചെറിയൊരു ഡിഫോർമേഷൻ അവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കും. സോ ഏതുവരെയാണോ നമുക്ക് ഇതിന്റെ ബ്രിങ് ബാക്സ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്, ആ ലിമിറ്റ് മാക്സിമം വാല്യൂ എത്രയാണോ
ദാറ്റ് ഈസ് ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ്. ഇപ്പം ഈ ഇലാസ്റ്റിക് ലിമിറ്റ് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇതിൻ്റെ ആ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ അവിടെ ഒരു എക്സ്റ്റൻഷൻ, ചെറിയൊരു എക്സ്റ്റൻഷൻ എന്നുണ്ടായിരിക്കും. നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ചെറിയൊരു ഡിഫോർമേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹുക്സ് ലോ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇലാസ്റ്റിക് ലിമിറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. സോ ആ ഇലാസ്റ്റിക് ലിമിറ്റിന് വിത്ത് റെസ്പെക്ട് ടു ആണ് നമ്മൾ ഹുക്സ് ലോ നമ്മൾ പറയുന്നത്. വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് stress is directly proportional to strain. Stress sigma is directly proportional to strain. Then sigma by epsilon equal to E. Sigma by epsilon equal to E. ഞാൻ ഈ വരുന്നതുകൊണ്ടാണ്, ക്യാപിറ്റൽ ലെറ്റർ ഇ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ എപ്സിലോൺ ആയിട്ട് സ്ട്രെയിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ ഇ ആയിട്ടും പല സ്ഥലങ്ങളിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാം എപ്പോഴും. ഇ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഏത് ഇ ആണ്, സ്മോൾ ലെറ്റർ ഇ, ക്യാപിറ്റൽ ലെറ്റർ ഇ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആകും. അപ്പോൾ അതുകൊണ്ടാണ് സിഗ്മ ബൈ എപ്സിലോൺ ഈക്വൽ ടു ഇ. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അറിയാനായിട്ട് പറ്റും. സോ സിഗ്മ ബൈ എപ്സിലോൺ ഈക്വൽ ടു ഇ, ദാറ്റ് ഈസ് വേർ ഇ ഈസ് ദി യങ്സ് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യങ്സ് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇത് ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇത് ഡയമെൻഷൻലെസ് അല്ലേ. സ്ട്രെസ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ mm² ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ mm² ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ² ഓർ mm², ഡിവൈഡഡ് ബൈ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആൻഡ് സ്ട്രെയിൻ. സോ എന്തായിരിക്കും, യങ്സ് മോഡുലസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ² തന്നെയായിരിക്കും. ദെൻ വി നോ ദാറ്റ് സിഗ്മ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആൻഡ് strain epsilon equal to delta L by L. Then we can substitute this in this equation, that is E equal to P by A divided by delta L by L. Then P L by A delta L equal to E കിട്ടും. Then change in length delta L equal to P L by A E. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിലൊക്കെ നമുക്ക് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലെ വാല്യൂസ് ഒക്കെ എന്താണോ ഗിവൺ ഡാറ്റാസ് നമുക്ക് നോക്കാം. ഗിവൺ ഡാറ്റാസ് നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ എൽ നമുക്ക് ഡയറക്ട്ലി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ വാരിയിങ് സെക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ എൽ എന്തായിരിക്കും, സമ്മ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി എന്നുണ്ടായിരിക്കും നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും ഈ നമ്മൾ ഡെൽറ്റ എല്ലിനെ ചേഞ്ച് ഇൻ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ പ്രോബ്ലംസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ എപ്പോഴും നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. PL by AE വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു പെർമിസിബിൾ സ്ട്രെസ് ഈസ് നോൺ ആസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു permissible stress is known as factor of safety. Then longitudinal strain, lateral strain and Poisson's ratio. നമുക്കൊരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ഡയമെൻഷൻ എങ്കിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇത് ഫുള്ളാണെങ്കിൽ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഇത് എക്സ്റ്റെൻഡ് ചെയ്യും, ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യും. ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയാസ്, ക്രോസ് സെക്ഷൻ എന്തായിരിക്കും, ക്രോസ് സെക്ഷൻ ആക്ച്വലി റെഡ്യൂസ് ചെയ്തിട്ടാണ് വരിക. നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. ഒരു നോർമൽ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ ക്രോസ് സെക്ഷൻ വളരെ നാരോ ആയിട്ട് വരും, ബട്ട് ലെങ്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്, ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഡയമെൻഷൻസ് എന്തായാലും ഡിക്രീസ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ബ്രെഡ്ത്ത് ബി ഉണ്ടായിരുന്നത് ബി മൈനസ് ഡെൽറ്റ ബി ഐ, തിക്നെസ് ടി ഉണ്ടായിരുന്നത് ടി മൈനസ് ഡെൽറ്റ ടി ഐ. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എലോങ് ലെങ്ത് വൈസ് ഉണ്ടാകുന്ന ചേഞ്ചിങ് ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന സ്ട്രെയിൻ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. ദെൻ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ടല്ലോ, നമ്മൾ ആ ക്രോസ് സെക്ഷണൽ ഏരിയ കൺസിഡർ ചെയ്യുന്നതിൽ ബി ഉണ്ട് ടി ഉണ്ട്. ദെൻ ഇതിൽ വരുന്ന ചേഞ്ചസ് ആണ്
ലാറ്ററൽ സ്ട്രെയിനിന് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ ബിയും ടിയും ആണ്. സോ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നതായിരിക്കും ഡെൽറ്റ ബി ബൈ ബി ഓർ ഡെൽറ്റ ടി ബൈ ടി. ഇതിൽ രണ്ടും ആണെങ്കിലും സെയിം ആയിരിക്കും, കാരണം ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ദെൻ പോയ്സൺസ് റേഷ്യോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മ്യൂ ആയിട്ടാണ്. മ്യൂ ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ ബി ബൈ ബി ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ. ഞാനിവിടെ ഒരു മൈനസ് സൈൻ കൊടുത്തിട്ടുണ്ട്. മൈനസ് സൈൻ കൊടുക്കുന്നതിന് കാരണം എന്താണ്? ഇവിടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതെന്താ ചെയ്തിട്ടുള്ളത്? അവിടെ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ബി ബൈ ബി എന്ന് പറയുന്നത് എന്താണ്? റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ്? നമ്മൾ ചേഞ്ച് ഇൻ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മറ്റേതെന്താണ്? ഡിഡക്ട് ചെയ്യുക ചെയ്യുന്നത്, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്ത വരുന്നത്. സോ ആ ഒരു സൈൻ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ? പ്ലസ് ഡെൽറ്റ ബി ബൈ ബി നമ്മൾ കൊടുക്കുമ്പോൾ മൈനസ് മ്യൂ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ആണ് നമ്മളെപ്പോഴും എടുക്കേണ്ടത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നതാണ് എന്താണ്? ലാറ്ററൽ സ്ട്രെയിൻ ഈക്വൽ ടു മൈനസ് മ്യൂ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. എപ്പോഴും അങ്ങനെയായിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എപ്പോഴും ലാറ്ററൽ സ്ട്രെയിൻ ആക്ട് ചെയ്യുക. സോ അതുകൊണ്ട് മൈനസ് മ്യൂ ഇൻറ്റു ഇതേ എക്സ്പ്രഷൻ തന്നെയാണ്. മ്യൂ ഈക്വൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. സോ ലാറ്ററൽ സ്ട്രെയിൻ ഇവിടെ എന്ത് വരും? മ്യൂ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ആൻഡ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് ഓപ്പോസിറ്റ് നാച്ചർ. അതായത് ലാറ്ററൽ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും ഓപ്പോസിറ്റ് നാച്ചർ ആയതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് സൈനോടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ്. ഫോർ വൺ ഡയമെൻഷണൽ സിസ്റ്റം നോർമലി നമുക്ക് പറയുന്ന പോലെ സ്ട്രെയിൻ ഈക്വൽ ടു സിഗ്മ ബൈ ഇ. ദാറ്റ് ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഇ എന്ന് പറയുന്നത് അറിയാലോ. സോ അത് നമ്മൾ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് എപ്സിലോൺ ഈക്വൽ ടു സിഗ്മ ബൈ ഇ ആയിരിക്കും, കാരണം അവിടെ സിഗ്മ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഫോർ ടു ഡയമെൻഷണൽ സിസ്റ്റം വരുമ്പോൾ എന്ത് വരും? എക്സ് ഡയറക്ഷനിലുള്ളത് സിഗ്മ 1, വൈ ഡയറക്ഷനിലുള്ളത് സിഗ്മ 2. ടു ഡയമെൻഷൻ ആകുമ്പോൾ എക്സും വൈ ഉണ്ടാവും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ട്രെയിൻ എപ്സിലോൺ 1 ഈക്വൽ ടു എന്ത് വരും? സിഗ്മ 1 ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 2 ബൈ ഇ. ആക്ച്വലി ഇത് എന്താണ്? നമ്മൾ പ്ലസ് ചെയ്യുന്നതാണ്. ബട്ട് എന്താണ് നമുക്കറിയാം? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും ലാറ്ററൽ സ്ട്രെയിൻ, അതായത് ഇവിടെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പ്ലസ് ലാറ്ററൽ സ്ട്രെയിൻ ആണ് ടോട്ടൽ സ്ട്രെയിൻ വരുന്നത്. പക്ഷേ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് മൈനസ് മ്യൂ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പറഞ്ഞൊരു റിലേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എപ്സിലോൺ 1 ഈക്വൽ ടു സിഗ്മ 1 ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 2 ബൈ ഇ. സിമിലർലി എപ്സിലോൺ 2 ഈക്വൽ ടു വരും സിഗ്മ 2 ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 1 ബൈ ഇ. ആൻഡ് ഫോർ ത്രീ ഡയമെൻഷണൽ സിസ്റ്റം x ആക്സിലുള്ളത് സിഗ്മ 1, y ആക്സിൽ സിഗ്മ 2 ആൻഡ് z ആക്സിൽ സിഗ്മ 3. 3 സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ then epsilon 1 equal to sigma 1 by e minus mu into sigma 2 by e minus mu into sigma 3 by e. Similarly, epsilon 2 equal to sigma 2 by e minus ബാക്കിയുള്ളത്, അതായത് ടു ഡയറക്ഷൻ y ഡയറക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ y ഡയറക്ഷനിലെ ഡയറക്റ്റ് സ്ട്രെയിൻ എടുക്കുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എടുക്കുമ്പോൾ ബാക്കിയുള്ള ലാറ്ററൽ സ്ട്രെയിൻസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ എന്താണ് സിഗ്മ 2 ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 1 ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 3 ബൈ ഇ ആൻഡ് എപ്സിലോൺ 3 ഈക്വൽ ടു സിഗ്മ 3 ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 1 ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 2 ബൈ ഇ. These are the constitutive relationship between stress and strain. And then analysis of bars of varying cross sections. നമുക്ക് ഇവിടെ ഞാൻ 3 ക്രോസ് സെക്ഷൻസ് ഉള്ള ഒരു ബാർ എടുത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഏരിയ, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് A1 എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ A1, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ A2, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ A3. ദെൻ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ലോഡ് P ആണ്. അത് ഒരു സ്ഥലത്ത് ആക്ട് ചെയ്യുമ്പോഴായിരിക്കും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇവിടെ നമുക്ക് എല്ലാ ബോഡിയിലും ആക്ട് ചെയ്യുന്നത് ഒരേ ലോഡാണ്. ദെൻ ഓരോന്നിൻ്റെയും ലെങ്ത് L1, L2, L3 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടായിരിക്കും അല്ലേ. ഇതിന്റെ ഒരു ഡീഫോർമേഷനിൽ ഇതിലൊരു ലെങ്ത് ചേഞ്ച് ചെയ്യും. ദെൻ ഇതിനൊരു ലെങ്ത് ചേഞ്ച് ചെയ്യും, ഇതിനൊരു ലെങ്ത് ചേഞ്ച് ചെയ്യും. സോ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ എൽ ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ എൽ ഈക്വൽ ടു ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 പ്ലസ് ഡെൽറ്റ L3 ആയിരിക്കും. സോ നമുക്ക് ഡെൽറ്റ എൽ നമുക്കൊരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ് PL by AE. ഡെൽറ്റ എൽ ഈക്വൽ ടു PL by AE. Then substitute
P1 PL by AE. ഇവിടെ നമുക്ക് എന്തുണ്ട്, L1 വേറെയാണ്, A1 വേറെയാണ്. നമ്മൾ പറയാണ് സെയിം മെറ്റീരിയൽ ആണ്, എല്ലാ മെറ്റീരിയലും എല്ലാ ബാറിന്റെയും മെറ്റീരിയൽ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, E ആയിട്ട് അങ്ങനെ തന്നെ ഇടാം. ഇനി അത് അല്ല, ചേഞ്ചസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ A1 E1, അതായത് മെറ്റീരിയൽ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, A1 E1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡെൽറ്റ L1 ഈക്വൽ ടു എന്താണ്, PL1 by A1. അപ്പൊ നമുക്ക് ഫസ്റ്റ് എല്ലാം കോമൺ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. PL1 by A1 E പ്ലസ് PL2 by A2E പ്ലസ് PL3 by A3E, then which is equal to P by E into L1 by A1 plus L2 by A2 plus L3 by A3. ഇതാണ് നമ്മൾ കോമ്പോസിറ്റ് അല്ല, അനാലിസിസ് ഓഫ് വാരിയിങ് ക്രോസ് സെക്ഷൻസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിലേഷൻ ഇതാണ്. ഇൻ കേസ് ഈ യങ്സ് മോഡുലസ് ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഓരോ ബാറിനും ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യങ്സ് മോഡുലസ് ഡിഫറെന്റ് ആയിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P ഇൻറ്റു L1 by A1 E1 പ്ലസ് L2 by A2 E2 പ്ലസ് L3 by A3 E3. ഇങ്ങനെയായിരിക്കും അതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ പറയുന്നത് when a number of loads are acting on a body, the resulting strain according to principle of superposition will be the algebraic sum of strains caused by individual loads. ഇത് ഇവിടെ നമുക്ക് ഒരു ബോഡി ഉണ്ട്, ബോഡിയിൽ ഡിഫറെൻറ്റ് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ സ്ട്രെയിൻസ്. അപ്പോൾ AB എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്, ബോഡി സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കണം. ദെൻ BC CD എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എങ്ങനെയാണോ നമുക്ക് ഈ ലോഡുകളെ നമുക്ക് ഒരു ഇക്വിലിബ്രിയം ഡയഗ്രമായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്, ദെൻ ഇക്വിലിബ്രിയം ഡയഗ്രംസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻസിന്റെയും എന്ത് ചെയ്യാം, സ്ട്രെയിൻസ് കണ്ടുപിടിച്ച് ടോട്ടൽ ഓൾജിബ്രൈക് സം ഓഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ നമുക്ക് കിട്ടും. ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. അപ്പോൾ വെൻ യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ for an elastic body which is subjected to a number of direct forces, it may be tensile or compressive, at different sections along the length of the body, the first free body diagram of individual section is drawn. നമുക്ക് ഇതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ബോഡിയുടെയും ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, ദെൻ ദ ഡിഫോർമേഷൻ ഓഫ് ഈച്ച് സെക്ഷൻ ഈസ് ഒബ്റ്റൈൻഡ്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഓരോ മെറ്റീരിയൽ ഓരോ ബോഡിയുടെയും ഡിഫോർമേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ആൻഡ് then equal to the total deformation of the body will be then equal to the algebraic sum of deformations of individual sections. ഓരോ ഇൻഡിവിജ്വൽ സെക്ഷൻസിൻ്റെ ഡിഫോർമേഷൻസ് നമ്മൾ ആഡ് ചെയ്യും, ദെൻ നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ നമുക്ക് കിട്ടും. സോ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ദെൻ ഇവിടെ നമുക്ക് എപ്പോഴും സ്ട്രെസ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യണം ഒരു ബോഡിയിൽ, അല്ലേ? ഞാൻ AB എന്ന് പറഞ്ഞൊരു ബോഡി എടുക്കും. അപ്പോൾ AB എന്ന് പറഞ്ഞൊരു ബോഡിയിൽ എന്താണ്, ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണ്, 50 kN ആണ്. 50 kN. ദെൻ ഇവിടെ നമുക്ക് സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്, സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ലോഡ് ഇവിടെ ആക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇവിടെ 50 kN ആക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇവിടെ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഒരു ലൈനിൽ, അതായത് B എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ ആക്ച്വലി 80 kN അവിടെ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? 80 kN ലോഡ് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ 50 kN ഫോർവേഡ് ഡയറക്ഷനിൽ തന്നെ എന്തുണ്ട് നമ്മൾ യൂസ് ചെയ്തു. ഈ ബോഡി എടുക്കുമ്പോൾ ഇവിടെ നിന്ന് 50 kN നമ്മൾ എടുത്തു. ദെൻ റിമൈനിങ് എത്ര അവിടെ വരുന്നുണ്ട്, 30 kN അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് 30 kN റിമൈനിങ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക്
നമുക്ക് നോക്കാം, കാരണം ബാക്കിയുള്ള ഫോഴ്സസും കൂടി നമുക്ക് നോക്കിയതിന് ശേഷം നമുക്കത് പറയാൻ പറ്റുള്ളൂ. സോ ഇവിടെ 30 kN ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടേക്കും എങ്ങനെയാ ഇതേ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വേണം, ഇവിടെയും 30 kN ആക്ട് ചെയ്യണം. ദാറ്റ് ഈസ് സിയിലെ 30 kN ആക്ട് ചെയ്യണം. ഓക്കെ, ബട്ട് ഈ ഒരു സെക്ഷനിൽ അവിടെ എത്ര ആക്ട് ചെയ്യുന്നത്, ടോട്ടൽ ആക്ട് ചെയ്യുന്നത് 20 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ടോട്ടൽ 20 വേണം. അപ്പോൾ ഓൾറെഡി നമ്മൾ 30 ഈ ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ 30 ഈ ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇവിടെ 20 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഡയറക്ഷനിൽ നമ്മൾ 10 കൂടി കൊടുക്കണ്ടേ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ബോഡി നമ്മൾ ഡി നമ്മൾ ഇവിടെ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്, ഈ ഡയറക്ഷനിലേക്ക് 10 കൊടുക്കണം അല്ലേ. ഈ ഡയറക്ഷനിൽ 10 kN ഇങ്ങോട്ട് 10 kN. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോ ഇൻഡിവിജ്വൽ ബോഡി ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തു. ദെൻ ഓരോ ഇൻഡിവിജ്വൽ സ്ട്രെയിൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇൻഡിവിജ്വൽ സ്ട്രെയിൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, PL/E സ്ട്രെയിൻസ് അല്ല, നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടുത്തെ ചേഞ്ച് ഇൻ ലെങ്ത് വരുന്നത് ΔL1 ഈക്വൽ ടു P1 L1 ബൈ A1 E1, ഇവിടെ E തന്നെയാണ്. ദെൻ ΔL2 ഈക്വൽ ടു P2 L2 ഡിവൈഡഡ് ബൈ A2 E, ആൻഡ് ΔL3 ഈക്വൽ ടു P3 L3 ഡിവൈഡഡ് ബൈ A3 E. Then we can find total strain equal to ΔL1 plus ΔL2 plus ΔL3, algebraic sum of change in length. സ്ട്രെയിൻസ് ആണെങ്കിൽ സ്ട്രെയിൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്ട്രെയിൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ആണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചേഞ്ച് ഇൻ ലെങ്ത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് ഇങ്ങനെയുള്ള കേസസൊക്കെയാണ്. നമ്മളെപ്പോഴും എന്താണ് ചേഞ്ച് ഇൻ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ സ്ട്രെയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും എന്താണ് നമ്മൾ ചേഞ്ച് ഇൻ ലെങ്ത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫൈൻഡ് ഔട്ട് ചെയ്യാറുള്ളത്. സോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വലി നമുക്ക് ഓരോന്നിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇതുപോലെ ആഡ് ചെയ്യുന്ന പ്രൊസീജിയറാണ് നമ്മൾ പറയുന്നത് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഓക്കെ, നെക്സ്റ്റ് അനാലിസിസ് ഓഫ് ബാർസ് ഓഫ് കോമ്പോസിറ്റ് സെക്ഷൻസ്. ഒരു കോമ്പോസിറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ബാർ മേഡപ്പ് ഓഫ് 2 or more bars of equal length but of different materials rigidly fixed with each other and behaving as one unit for extension or compression when subjected to an external tensile or compressive loads is called composite bars. ഇത് 2 or more materials, 2 or more bars having same length ഉള്ള രണ്ടോ അതിലധികമോ വരുന്ന ബാർസ് എന്താണ് ഒരുമിച്ച് ഒരു യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അത് കംപ്രഷൻ ആണെങ്കിലും ടെൻഷൻ ആണെങ്കിലും ഒരു യൂണിറ്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബാർസിന് പറയുന്നതാണ് ബാർസ് ഓഫ് കോമ്പോസിറ്റ് സെക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് P ആൻഡ് ലെങ്ത് L ആണെന്നുണ്ടെങ്കിൽ കോമ്പോസിറ്റ് ബാർസിന് നമുക്ക് 2 കാര്യങ്ങളാണ് നമുക്ക് ഓർത്ത് വെക്കാനുള്ളത്. ദാറ്റ് ഈസ് ടോട്ടൽ ലോഡ് P is the sum of individual materials, sum of individual bars. That is P is equal to P1 plus P2. P equal to P1 plus P2. And also നമുക്ക് ഇവിടുത്തെ the extension or compression in each bar is equal. Extension or compression in each bar, ഇതിൽ എക്സ്റ്റൻഷൻ ആണെങ്കിലും കംപ്രഷൻ ആണെങ്കിലും എന്തായിരിക്കും, അത് ഈച്ച് ബാറിന്റെ കേസിലാണെങ്കിൽ എന്താണ് ഈക്വൽ ആയിരിക്കും. എക്സ്റ്റൻഷൻ ഓർ കംപ്രഷൻ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, സ്ട്രെയിൻ ഇൻ ബാർ 1 ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ ബാർ 2. സ്ട്രെയിൻ ഇൻ ബാർ 1 ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ ബാർ 2. അപ്പോൾ ഈ 2 കോൺസെപ്റ്റ് എന്ത് ചെയ്യാം, ഓർത്തു വെക്കുക. കാരണം ഇത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം, ഇവിടെ σ1 ബൈ E1 ഈക്വൽ ടു σ2 ബൈ E2. σ1 ബൈ E1 equal to sigma 2 by E2, and also P equal to P1 plus P2 എന്നല്ലേ പറയുന്നത്. P1 എന്ന് പറയുന്നതാണ് sigma 1 A1 plus sigma 2 A2. കാരണം എന്താണ്, P equal to sigma is equal to P by A. then എന്ത് വരും, P equal to sigma into A. so sigma 1 A1 plus sigma 2 A2.
ഇപ്പൊ ഇതും എന്തായിരിക്കും സിഗ്മ ടേംസിലായി ഉള്ള ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ ഇവിടെയും എന്ത് ചെയ്യും, സിഗ്മ 1ന്റെയും സിഗ്മ 2ന്റെയും ഒരു ടേംസിലുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ ഇവിടെ നിന്ന് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോ ബോഡിയിലും ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇക്വേഷൻസ് മാത്രം നമ്മൾ ഓർത്ത് വെക്കേണ്ട ആവശ്യമുള്ള കോമ്പോസിറ്റ് സെക്ഷൻസ് വരുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും പോർഷൻസ് നിന്ന് ഇത്രയും ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് യൂട്യൂബിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇത് നമ്മൾ എടുത്തിട്ടുള്ളത്, മൊഡ്യൂൾ 2 സോ മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് നമുക്കിതിൽ തെർമൽ സ്ട്രെസ്സസ് ഇൻഡ്യൂസ് ചെയ്യുന്നതും ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോഡുലസ് ഓഫ് റിജിഡിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ദെൻ ബൾക്ക് മോഡുലസ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, മോഡുലസ് ഓഫ് റിജിഡിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ദി യങ്സ് മോഡുലസ്. ദെൻ സിമിലർലി ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ഈസ് കോൾഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ഈസ് കോൾഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് റിലേഷൻഷിപ്പ് പഠിക്കുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യാം, വളരെ ഫാസ്റ്റായിട്ട് പഠിച്ച് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് നോക്കുക.